നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. രാജലക്ഷ്മി സ്വന്തം കുഞ്ഞിനെ വലിച്ചെറിഞ്ഞിട്ട് കാമുകന്റെ കൂടെ ഒളിച്ചോടിപ്പോയൊരു സ്ത്രീയെ ന്യായീകരിക്കുകയാണോ നീ? മൈഥിലിയുടെ പക്ഷം ചേരുകയാണോ എന്ന്? പക്ഷം ചേരുകയല്ല കൈമളേട്ട, നമ്മൾ കുറച്ച് സൂക്ഷിക്കണമായിരുന്നു. അതിനുള്ള വിവേകം ഉണ്ടാവണമായിരുന്നു ചെമ്പകമംഗലത്ത് താമസിക്കുന്നവർക്ക്. എന്റെ മകന്റെ കുഞ്ഞാണെങ്കിൽ അവളുടെ അമ്മയായി. അമ്മേ, മുത്തശ്ശി എന്തൊക്കെയാ അമ്മ ഈ പറയുന്നേ? രാജലക്ഷ്മി, നാക്കുണ്ടെന്ന് കരുതി എന്തും വിളിച്ചു പറയാമെന്ന് കരുതരുത്. എല്ലാ മൃഗങ്ങളെയും മനുഷ്യൻ മെരുക്കിയിട്ടുണ്ട്. പക്ഷേ നാക്കുന്ന ക്രൂരമൃഗത്തെ ഒതുക്കാൻ മനുഷ്യൻ എന്നേ വരെ കഴിഞ്ഞിട്ടില്ല. ഇതൊക്കെ പറയേണ്ട സമയത്ത് പറയാതിരുന്നതാ ഞാൻ ചെയ്ത തെറ്റ്. ഇനിയെങ്കിലും എനിക്കത് പറയണം, പറഞ്ഞേ പറ്റൂ. എന്തൊക്കെയാണ് നീ ചെയ്തു കൂട്ടിയെന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. കോടികളുടെ വില വരുന്ന ഉടവാളെ നഷ്ടപ്പെടുത്തി, സ്വന്തം അച്ഛനെ കൊലയ്ക്ക് കൊടുത്തു. അമ്മേ, അയ്യോ, ഭർത്താവിന്റെ ജോലി കളഞ്ഞു. ആ കുഞ്ഞിനെ കൂടി കൊണ്ടുപോയി കളഞ്ഞല്ലോ മഹാപാപി നീ. ദൈവമേ, നഷ്ടപ്പെട്ടതിൽ ഒന്ന്, എന്തെങ്കിലും ഒന്ന് അത് മടക്കി തരാൻ പറ്റുമോ നിനക്ക്? പറ്റൂടി നിനക്ക്? പറ്റും മുത്തശ്ശി. നഷ്ടപ്പെട്ടതെല്ലാം ചെമ്പകമംഗലത്തെ ഉടവാള്, എന്റെ കുഞ്ഞിനെ, പിന്നെ കാർത്തിയേട്ടന്റെ ജോലി ഞാൻ വീണ്ടെടുത്ത് തന്നിരിക്കും. ആ ഉടവാൾ ഇവളെന്നെ പിടികൂടുമല്ലോ ദൈവമേ. എന്താ നീ പറഞ്ഞത്? എല്ലാം ഞാൻ വീണ്ടെടുത്ത് തരുമെന്ന്. ശരി, എങ്കിൽ അതിനുശേഷം വന്ന് നിന്നാ മതി നീ എന്റെ മുന്നില്. അങ്ങനെ നീ ശരിക്കും ജയറാമിന്റെ മകളാണെന്ന് നീ തെളിയിക്ക. ഞാൻ തെളിയിച്ചിരിക്കും മുത്തശ്ശി. ചെമ്പകമംഗലത്തെയോ മാധവ മന്ദിരത്തിലെയോ തറവാടുത്തൊന്നും എനിക്ക് വേണ്ട. പക്ഷെ ഞാൻ മനുഷ്യ സ്നേഹിയായ ജയറാമിന്റെ മകൾ തന്നെയാ. ആ പ്രൊഫൈല് മാത്രം മതി എനിക്ക്. മീനാക്ഷി മോളെ, ഞാൻ തെളിയിച്ചിരിക്കും. വാശി മാത്രമല്ല, എന്റെ ആവശ്യം കൂടിയാ. ഈ മുത്തച്ഛന്റെ പ്രാർത്ഥന എന്റെ പൊന്നുമോൾക്കുണ്ട്. അത് നിനക്കൊരു പരിചയം കവചവുമായിരിക്കും. ഞാൻ തെളിയിച്ചിരിക്കും അമ്മേ, ഞാൻ എന്റെ അച്ഛന്റെ മകള് തന്നെയാണെന്ന്. അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ ദൈവം എനിക്ക് അമ്മയാവുന്നത്? മോളെ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.